ഫിയസ്റ്റ ദെ ലാ ട്രഡീഷൻ അർജന്റീനയുടെ ചരിത്രത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജനസമൂഹം. നോർത്ത് അമേരിക്ക, നോർത്ത് വെസ്റ്റ് കൗബോയ്സ് പോലെ തന്നെ അർജന്റീനയുടെ ചരിത്രത്തിൽ തന്നെ കാണുന്ന ഒരു കൗബോയ്സ്. അവരെ പറ്റി ഒത്തിരി കാര്യങ്ങൾ അവരുടെ ഹിസ്റ്ററി തന്നെ, ലാറ്റിൻ അമേരിക്കൻ ഹിസ്റ്ററി തന്നെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. മെയിൻലി അർജന്റീന, ഉറുഗ്വായ്, ബ്രസീൽ എന്നിവിടങ്ങളിലാണ് ഇവർ കാണപ്പെടുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിൽ 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ സ്പാനിഷ്, അതുപോലെ തന്നെ പോർച്ചുഗീസ്, അതുപോലെ തന്നെ നേറ്റീവ്സും തമ്മിലുള്ള ഒരു തീഷോസ്, ഒരു മിക്സ്ഡ് വർഗം എന്ന് പറയാവുന്ന ഒരാളുകളാണ് ഇവർ. അർജന്റീനയുടെ ചരിത്രത്തിൽ തന്നെ ഒത്തിരി വളരെ പങ്കാളിത്തമുള്ള വലിയൊരു ആളുകളാണ് ഇവർ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്ന അവരുടെ ഒരു കൾച്ചർ, അവരുടെ വസ്ത്രധാരണം, അതുപോലെ തന്നെ കുതിരകളായിട്ടുള്ള അവരുടെ ഒരു സ്കില്ല്, കുതിരകളെ മേയ്ക്കാനും അതുപോലെ തന്നെ കാറ്റിൽസിനെ മേയ്ക്കാനും, ലാസോയിങ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, കാറ്റിൽസിനെ മെരിക്കുന്ന ഒരു രീതിയാണത്. അതുപോലെ തന്നെ ഇവരുടെ ഒരു നാഷണൽ ഫെസ്റ്റിവലാണ് നവംബർ 10. എല്ലാ കൊല്ലവും അർജന്റീനയിൽ ഇതുപോലെ അവരുടെ വേഷവിധാനങ്ങളൊക്കെ ഇട്ട്, കുതിരകളൊക്കെ ഇട്ട് കുട്ടികളും എല്ലാവരുമായിട്ട് അവർ ഒരു പരേഡ് പോലെ വരും. അർജന്റീനൻ പോയിട്ടായിട്ടുള്ള ഹോസെ ഹെർണാണ്ടസിൻ്റെ ജന്മത്തിനാണ് അവർ ഈ ഒരു ട്രഡീഷൻ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. ഇത് നല്ല രസമാണ് ഇത് കാണാൻ. ഞാൻ കമ്പാനയിൽ ഉള്ള സമയത്ത് ഒരു ദിവസം രാവിലെ കണ്ടതാണ്. ഇങ്ങനൊരു വളരെ വ്യത്യസ്തമായിട്ട് തന്നെ നല്ലൊരു ഇൻഫർമേഷൻ നിങ്ങളെ കാണിക്കുവാനായിട്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഒത്തിരി മറ്റു കാര്യങ്ങളുണ്ട്. ശരിക്കും ഈ ഗൗച്ചോസിൻ്റെ ഒരു ലൈഫ്, അവർ വളരെ യുണീക്കായിട്ടുള്ള ഒരു ജീവിത രീതി ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ഭക്ഷണ രീതികളാണെങ്കിലും കൂടുതൽ മീറ്റ്, അതുപോലെ തന്നെ മാത്തേ എന്ന് പറഞ്ഞൊരു പാനീയമൊക്കെ കുടിക്കുന്ന ആളുകളാണ് അവർ മെയിനായിട്ട് കൃഷിക്കാരാണ്. കൃഷിക്കാരും കാറ്റിൽസിനെ വളർത്തുന്ന ആളുകളാണ്. നോർത്ത് അമേരിക്കയിലൊക്കെ പോലെ തന്നെ. അതുപോലെ തന്നെ അവരുടെ ശൈലികൾ, അവർ ഉപയോഗിക്കുന്ന ഒരു തരം ചെറിയൊരു കത്തി, അതുപോലെ തന്നെ അവരുടെ വസ്ത്രധാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് അവരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുപോലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അവർ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒത്തിരി യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത ആളുകളാണ്. അവരുടെ ഒരു ഹോഴ്സ്മെൻ സ്കില്ല് തന്നെയാണ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്. വളരെ ഫ്രീ ആൻഡ് റെസിലിയൻ്റ് ആയിട്ടുള്ള ഒരു കൂട്ടരാണ് ഇവർ. പൊതുവേ 2 തരം ഗൗച്ചോസിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒന്ന് നാഷണൽ സിവിലിയൻസിനെ പോലെ ജീവിക്കുന്നവരും, അതുപോലെ തന്നെ ട്രഡീഷൻ മാത്രം ഫോളോ ചെയ്യുന്ന, മറ്റു റൂളുകളൊന്നും അവർ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ട്. അവർ കുറച്ച് പ്രാകൃതരാണ്. പക്ഷേ ഇപ്പോൾ നമുക്കെല്ലാം കാണാനായിട്ട് സാധിക്കും അവരെല്ലാവരും ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആളുകളായിട്ട് തന്നെയാണ്. ഇന്ന് അർജന്റീനയിൽ അല്ലെങ്കിൽ ഉറുഗ്വായ്, അങ്ങനെ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഒരു പാട്രിയോട്ടിക് ഫിഗേഴ്സൊക്കെ തന്നെയാണ് അവരൊത്തിരി വളരെ പുരോഗമിച്ച അല്ലെങ്കിൽ വളരെ നല്ലൊരു സംസ്കാരം കീപ്പ് ചെയ്യുന്ന ആളുകളാണ്. ചാൾസ് ഡാർവിൻ ഒരിക്കലും ഇങ്ങനെ പറയുന്നുണ്ടായി, അവർ എത്രയോ ഉയരത്തിലാണ് അവരുടെ ഒരു സ്വഭാവ സവിശേഷതകൾ, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികൾ, ജീവിത നിലവാരങ്ങൾ, അവരുടെ വസ്ത്രധാരണങ്ങൾ, അതുപോലെ മറ്റുള്ളവരോടുള്ള ഒരു പരസ്പര ബഹുമാനം, അതെല്ലാം വളരെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്ന ആളുകളാണ്. പൊതുവെ വളരെ ശാന്തരായിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായത്തിനൊക്കെ വളരെ ഉപകരിക്കുന്നതായിട്ടുള്ള ഒരാളുകളാണ് ഈ കൗബോയ്സ്. ഞാൻ അവരോട് പേഴ്സണലായിട്ട് സംസാരിക്കുകയുണ്ടായി. സ്പാനിഷാണ് അവിടുത്തെ ഭാഷ. അവരും സ്പാനിഷ് തന്നെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അർജന്റീനൻ എക്കോണമി തന്നെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. കാലി വളർത്തൽ സ്കില്ല് തന്നെയാണ്. ഒത്തിരി റാഞ്ചുകൾ, പാംപാസിലൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ, ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ. പിന്നെ അർജന്റീനയുടെ എക്കോണമി തന്നെ അറിയാമല്ലോ, മീറ്റിൻ്റെ എക്സ്പോർട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗൗച്ചോസ് നല്ല കലാകാരന്മാർ കൂടിയാണ്. അവർ നല്ല രീതിയിൽ ഫോൾക്ലോറുകൾ, മ്യൂസിക്, ഡാൻസ് എല്ലാത്തിലും കഴിവുള്ള കലാകാരന്മാരാണ് അവർ. ഒരു സെമി നൊമാഡിക് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലായിരുന്നു ഇവരുടെ. ഗൗച്ചോസ് എന്ന് പറയുന്ന ഓർഫൻ അല്ലെങ്കിൽ കെച്ചുവ ഭാഷയിൽ ഒരർത്ഥം കൂടിയുണ്ട്. എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.